മനസ്സിലാവും. പിതാക്കന്മാരുടെ പാവങ്ങള് തലമുറ വഴി വല്ലായിരിക്കും, പക്ഷെ ആ പാവത്തിൽ നിന്നുണ്ടാകുന്ന ശാപം തലമുറകൾ തോറും വരുന്നതായിട്ടാണ് കാണുന്നത്. നമ്മള് പിതാക്കന്മാര് പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിക്കുമോ എന്ന് ബൈബിളിൽ ചോദിക്കുന്നുണ്ട്. അത് അവരുടെ പാപമാണ്. പിതാക്കന്മാർ ചെയ്ത പാപം തലമുറയായിട്ട് വരില്ല, പക്ഷെ ശാപം വരും എന്ന് തന്നെയാണ് ബൈബിൾ കാണിക്കുന്നത്. അപ്പൊ ചിലര് ചോദിക്കുമായിരിക്കും ഇതൊരു അനീതിയല്ലേ എന്ന്. ഒരനീതിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ പിതാക്കന്മാരുടെ നന്മകളും അതുപോലെ അവരുടെ സ്വത്തുക്കളും എല്ലാം അടുത്തു വരുന്ന തലമുറകൾ അതിൽ ഭാഗവാക്കാവുന്നുണ്ടല്ലോ. അതുകൊണ്ട് പിതാക്കന്മാരുടെ പാപത്തിൽ നിന്നുള്ള ശാപവും മക്കളുടെ തലമുറ വരും എന്നാണ് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നത്. ഞാനൊരു സംഭവം ഞാൻ പറയാം. ഒരു കുടുംബത്തിലെ 4-ാം തലമുറയിൽപ്പെട്ട കാരണവര് തന്നെയും തന്റെ